Ladies and gentlemen, you're still with the Pantaloon Saima Awards 2019. Co-presented by Hello App. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് ഏതാണെന്ന് അറിയാനുള്ള ടൈമാണ് രാജേഷ്. Best Director. ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ആണ്. സൂപ്പർ, ഒരു ഗംഭീര കാറ്റഗറിയും ഗംഭീര നോമിനേഷൻസുമാണ്. അപ്പം അവാർഡ് നൽകുവാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ശ്രീ അല്ലു അരവിന്ദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Time to announce the winner of Best Director. And it goes to Sachin Antikkad. എന്താണ് സാറിന് പറയാനുള്ളത്? ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ദോഹ ഖത്തറിൽ വരുന്നത്. അത് തന്നെ ഇത്രയും നല്ലൊരു സദസ്സിൽ മലയാളികളും തമിഴിലെല്ലാവരും ഒന്നിച്ചു ചേർന്ന സദസ്സിൽ വെച്ചായതിൽ വലിയ സന്തോഷമുണ്ട്. മലയാളികളുടെ ശീലത്തിൽ നിന്നാണ് ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമ രൂപപ്പെടുത്തിയത്. എല്ലാ മലയാളികളും അത് ഏറ്റെടുത്തു. അതുകൊണ്ട് ഈ പുരസ്കാരം ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you Sathin sir. Thank you Sri Allu Aravind. Thank you. രാജേഷ്, Yes. it's time for that സ്പെഷ്യൽ ഒരു അവാർഡ്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു അവാർഡാണ് പാറ്റലൂൺ സൈമ 2019 co-presented by Hello Apple. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന കാറ്റഗറി ഓഫ് അവാർഡ് എന്ന് പറയുന്ന ബെസ്റ്റ് ആക്ടർ. Pantaloons Best Actor in a Leading Role. ആരായിരിക്കും ഈ ഒരു അവാർഡ് ഇന്ന് നേടാൻ പോകുന്നത്? ഇത് അറിയിക്കാനായിട്ട് ലെറ്റ്സ് ഇൻവൈറ്റ് റയൻ ഫെർണാണ്ടസ്. The Pantaloons Best Actor Malayalam Award goes to Tovino Thomas. ജനങ്ങളാണ് ഇന്ന് താങ്കളെ ഇവിടെ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വോട്ടിലൂടെ. സോ ഈ ഒരു അവസരത്തിൽ ടൊവിനോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. സോ ആദ്യം തന്നെ എന്നെ ഈ അവാർഡിന് കൺസിഡർ ചെയ്തതിന് സൈമയ്ക്കും ഇതിന്റെ സംഘാടകർക്കും നന്ദി പറയുന്നു. അതെ, വോട്ട് ചെയ്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ എന്നെ ഈ അവാർഡിന് അർഹനാക്കിയ സിനിമകളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ക്രൂവിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മലയാളികൾക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ടോവി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് സിനിമാസും ടോവി ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് എല്ലാ മാസവും ടോവിയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അതിൻ്റെ എഫേർട്ട് എത്രമാത്രം ഇതാണെന്ന്. പക്ഷേ എങ്ങനെയാണ് ഹൗ യു മാനേജ് ഇറ്റ്? എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആകുന്നത്? ശരിക്കും ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ. എൻ്റെ സീനിയേഴ്സിനെ കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. എന്നേക്കാൾ അധികം സിനിമകൾ ഒരു വർഷം ചെയ്യുകയും എന്നേക്കാൾ നന്നായി അതിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് എനിക്ക് മാതൃകയായിട്ട്. ഞാൻ ഒരു 2 വർഷം മുമ്പ് തന്നെ ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഇത്രയും സിനിമ ചെയ്യുന്നത്, ഈ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഞാൻ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് തല പൊട്ടിത്തെറിക്കും, പക്ഷെ നീ ചാവില്ല, നീ ഇവിടെ തന്നെ ഉണ്ടാവും. ടൊവിനോ, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഐ ഹാവ് ടു സേ ടൊവിനോ എന്ന് പറയുന്ന ആക്ടർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. യു ആർ വെരി ക്ലോസ് ടു ദ പീപ്പിൾ ഓൾസോ. അതായത് വളരെയധികം ഇന്ററാക്ട് ചെയ്യും, കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടറാണ്. ടൊവിനോനുള്ള സപ്പോർട്ട് ഒന്ന് കാണിക്കാം. താങ്ക് യു സോ മച്ച്. Thank you Tovi and congratulations Tovino Thomas and thank you Ryan. Thank you so much. Pantaloon Saima 2019 co-presented by Hello Apple. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് എന്ന് പറയുന്നത് Hello App Best Actress in a Leading Role. ആരാണ് നമ്മുടെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഇന്ന് വിന്നർ ആക്കിയിരിക്കുന്നത്? Yes. To do the honors, I would like to call upon Chandida Nambiar to kindly come over and give away the award and announce the winner, Best Actor.
Hello app Best Actress Malayalam goes to Aishwarya Lakshmi for Varadhan. നമസ്കാരം ഖത്തർ. ഒരുപാട് നന്ദിയുണ്ട് സൈമ. രണ്ടാമത്തെ പ്രാവശ്യമാണ് സൈമയ്ക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ ക്രിറ്റിക്സ് തന്നു മായാനദിക്ക് വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ബെസ്റ്റ് ആക്ട്രസ് തന്നിരിക്കുകയാണ് വരത്തൻ. ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് വരത്തൻ. ഒരുപാട് സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തൊരു സിനിമയും കൂടിയാണ്. നല്ല ഹിറ്റും സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. നമ്മുടെ ഭാഗ്യ നടി എന്നാണ് ഐശ്വര്യനെ ഇപ്പം എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ബിക്കോസ് ഐശ്വര്യ അഭിനയിച്ച എല്ലാ സിനിമകളും നന്നായി ഓടിയ നല്ല ഹിറ്റുകളാണ്. സൂപ്പർ ഹിറ്റ്സ് ആണ്. സോ വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ സൂപ്പർ ഹിറ്റ്സ്? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? വളരെ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വളരെ നല്ല ക്രൂവിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ സിനിമയിലും. അപ്പോൾ അതാന്ന് തോന്നുന്നു ആ സക്സസ് ഫോമിൽ. Anyway, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു മാം. താങ്ക് യു. ഭാരതി സിമാൻറ്റ ബെസ്റ്റ് ഫിലിം സൈമ 2019 പാന്തലൂൺ സൈമ 2019ലെ ബെസ്റ്റ് ഫിലിം ഏതെന്നാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡ് കാറ്റഗറി. ബ്രില്യൻറ്റ് ഫിലിംസ്, ബ്രില്യൻറ്റ് ഫിലിം മേക്കേഴ്സ് ആൻഡ് ആക്ച്വലി പ്രൗഡ് ഫീലിംഗ് അല്ലേ? എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മെച്ചാണ്. ഇറ്റ്സ് എ വെരി പ്രൗഡ് ഫീലിംഗ് ടു സ്റ്റാൻഡ് ഹിയർ ആൻഡ് ബി പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി ആക്ച്വലി. ആബ്സൊല്യൂട്ട്ലി. ടു ഡു ദ ഓണേഴ്സ്, ഈ ഒരു അവാർഡ് പറയുവാനും അല്ലെങ്കിൽ ആരാൾക്കാണ് അവാർഡെന്ന് പറയുവാനും നൽകുവാനുമായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാളത്തിൻ്റെ തന്നെ നടിയാണ്. ഇപ്പോൾ നാഷണൽ അവാർഡ് വിൻ ചെയ്ത കുറച്ചുമേ നമ്മളോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു വേദിയിൽ. സ്വാഗതം ചെയ്യാം. ദ എക്സ്ട്രീംലി ടാലന്റഡ്. ഷി വാസ് ഓൾസോ എ ചൈൽഡ് ആർട്ടിസ്റ്റ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. നമ്മൾക്ക് മലയാളി കുട്ടി തന്നെയാണ്. തീർച്ചയായിട്ടും. കീർത്തി സുരേഷ്. കീർത്തി, നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. കാര്യം ഇത്രയും നല്ല സിനിമകൾ ഇറങ്ങിയൊരു വർഷമായിരുന്നു. അതിലെ മലയാളികളുടെ മികച്ച ചിത്രമായിട്ട് മലയാളികൾ തിരഞ്ഞെടുത്ത മികച്ച ചിത്രം ഏതാണ്? സുഡാനി ഫ്രം നൈജീരിയ, ഹാപ്പി ആർസ് എന്റർടൈൻമെന്റ്. Co-presented by Hello App. App. അടുത്ത എന്താ പറയുക, വളരെ സ്പെഷ്യൽ ആയിട്ടൊരു അവാർഡാണ്. Yes. The most popular actor in the Middle East. Yes. ആരായിരിക്കും ആ ആക്ടർ? Well, to do the honors, I would like to call upon Mr. P. Kumaran, Vrinda Prasad and Naveen Abdullah to kindly come over to the dais and announce Pantaloon Saima most popular star in the Middle East goes to Mr. Mohanlal. Yeah, good evening. I'm highly honored and humbled to receive this award. Why? Because this is given by the expatriates, those who are our backbone in our country. Once again, thank you, Saima. Saima is doing an amazing job, like conducting such kind of regional film functions. പ്രാദേശിക ഭാഷയെല്ലാം വിട്ടിട്ട് എല്ലാവരെയും യുണൈറ്റ് ചെയ്ത് സിനിമയുടെ സംസ്കാരത്തെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ സൈമ കാണിക്കുന്ന ഇത്തരം ഫങ്ഷനുകൾ വലിയ സംഭാവനകൾ തന്നെയാണ് സിനിമയ്ക്ക്. താങ്ക് യു ഖത്തർ ഫോർ accepting Saima's award here. Once again, thank you very much and thank you Saima. Thank you each and everyone. Thank you very much. Anyway,
താങ്ക് യു സോ മച്ച് ലാലേട്ട. ഇറ്റ് ഈസ് എ പ്രിവിലേജ് ടു ബി ഹിയർ. ഈ സ്റ്റേജിൽ താങ്കൾക്കൊപ്പം ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ us. താങ്ക് യു സോ മച്ച് ലാലേട്ട. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. എനിക്കൊന്ന് ഖത്തർ കേട്ട ഏറ്റവും വലിയൊരു കൈയടി കൂടി കിട്ടേണ്ട ഒരു മുഹൂർത്തമാണ്.